മെന്റലിസ്റ്റ് ആദ്യമൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പുള്ളിക്കാരൻ പോലീസിനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറ്റവാളി കണ്ടുപിടിക്കാൻ വേണ്ടി മൈക്രോ എക്സ്പ്രഷനൊക്കെ വെച്ചിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ നോർമലി ഇതിനെ ഇത് ചെയ്യുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ ആക്ച്വലി 4 പേരെ വിളിക്കും. 4 പേരെ വിളിച്ചിട്ട് അവരോടൊത്ത് പറയും, ജസ്റ്റ് ഇമാജിൻ ഒരാളവിടെ മർഡർ ചെയ്തിട്ട് കിടക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ 4 പേർക്ക് ആർക്ക് വേണമെങ്കിലും ട്രൂത്ത് പറയുന്നില്ല. 4 പേര് 2 പേര് ട്രൂത്ത് പറയുന്നത്, 2 പേര് കള്ളം പറയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അത് എനിക്കറിയാൻ പാടില്ല. ഈ 4 പേർക്ക് മാത്രമേ അറിയാവൂ. എന്നിട്ട് അതിൽ ഈ കള്ളം പറയുന്ന ഒരാളായിരിക്കും മർഡർ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇത് കുറച്ചും കൂടെ ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ചെയ്തത് എല്ലാ പരിപാടിയാണ്. ഓക്കെ, ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 പേർക്കും ആർക്ക് വേണമെങ്കിലും കള്ളനാവാം, സത്യസന്ധനാവാം. നിങ്ങൾക്ക് 2 പേർക്കും സത്യസന്ധനാണോ ആവാം, 2 പേരും കള്ളന്മാരോ ആവാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് അത് ഡിസ്കസ് ചെയ്യാം. നീ എന്റെ ടീമാണ്, ഞാൻ. അപ്പൊ ഒന്നിന് നിങ്ങൾക്ക് 2 പേർക്ക് കള്ളനാവാം, അല്ലെങ്കിൽ 2 പേർക്ക് സത്യസന്ധനാവാം, അല്ലെങ്കിൽ ഒരാൾക്ക് കള്ളനാവാം, ഒരാൾക്ക് സത്യസന്ധനാവാം. എന്നെ മാക്സിമം നിങ്ങൾ കോംപ്ലിക്കേറ്റ് ആക്കാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് കള്ളം ചൂസ് ചെയ്യുന്ന ആള് എന്ത് ചോദിച്ചാലും കള്ളയെ പറയാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു നീയാണ് കള്ളൻ. ഓക്കെ, എന്റെ നെഞ്ചിലോട്ട് ഇപ്പൊ നീയാണ് കള്ളൻ വിചാരിക്കാം. ഓക്കെ, ഇനി ജീവിക്കും. ഓക്കെ, നീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു? അല്ല, യഥാർത്ഥത്തിൽ നീ കഴിച്ചായിരുന്നു? കഴിച്ചു. അപ്പൊ നിന്റെ അടുത്ത് നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചോദിച്ചാൽ എന്ത് പറഞ്ഞു? കഴിച്ചിട്ടാണ്. ഓക്കെ, അതേ സെയിം റൊട്ടീൻ തന്നെ. നിങ്ങളെ ക്യാരക്ടർ എന്താണോ ആ ക്യാരക്ടറിലായിരിക്കണം ഉത്തരം പറയേണ്ടത്.